വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ബൈൻഡർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. 6-ാം തീയതി ആയിരുന്നു ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിൽ GK ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇനിയും പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആവർത്തിക്കുന്ന ചോദ്യങ്ങളും SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശിലകളും അതിൻ്റെ ഉദാഹരണവും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേതാണ് ശരിയായ ജോഡികളെന്ന്. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ബസാൾട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഏതാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് അല്ലേ. ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ. ഇനി കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലാണെന്ന് പറയുന്നുണ്ട്. കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് തെറ്റാണ്ടോ? കായാന്തരിത ശിലകൾ. അതുപോലെ അവസാദ ശിലകൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. ഇനി കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് മാർബിളാന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ് അല്ലേ. കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് മാർബിളാണ്. അപ്പോൾ നമുക്ക് ഓരോ ശിലകളെ കുറിച്ചിട്ടും അതിൻ്റെ ഉദാഹരണങ്ങളും നോക്കാം. അപ്പോൾ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നൽകിയിരിക്കുന്നത്. ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്നേയ ശിലകൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളെയാണ്. അപ്പോൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശില അല്ലേ. ആഗ്നേയ ശില. ഓക്കെ. ആഗ്നേയ ശില എന്ന് പറയുന്നത് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലേനെയാണ് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പിതൃശില, അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നത് അടിസ്ഥാന ശില, പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്നതും പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ശിലകളുടെ മാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ശില ഏതാണ്? ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ്, ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ശിലയാണ് ആഗ്നേയ ശില. ആഗ്നേയ ശില എന്നറിയപ്പെടുന്ന ശിലകളെ മാതാവ് എന്നറിയപ്പെടുന്ന ശിലയാണ്. ഓക്കെ. ഈ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് പ്രാഥമിക ശിലകളാണെന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടായിരിക്കണം ആഗ്നേയ ശിലേനെ പ്രാഥമിക ശില എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? മറ്റു ശിലകൾക്കൊക്കെ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടുണ്ടാകുന്ന കാരണം കേട്ടോ ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത് മാതൃശില എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫോസിലില്ലാത്ത ശില എന്ന് പറയുന്നതും ആഗ്നേയ ശിലയാണ് കേട്ടോ. ഫോസിലില്ലാത്ത ശിലയാണ്. ഫോസിൽ എന്ന് പറയുന്നത് എന്തില്ല? ആഗ്നേയ ശിലയ്ക്ക് എന്തില്ല? ഫോസിലില്ല. ഫോസിലില്ലാത്ത ശില എന്ന് പറയുന്നതും എന്താണ്? ഫോസിലില്ലാത്ത ശില എന്ന് പറയുന്നതും എന്താണ്? ആഗ്നേയ ശിലയാണ് കേട്ടോ. ആഗ്നേയ ശിലയാണ്. ഇനി അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലേനെയാണ്. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു. പിതൃശില അല്ലെ അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കാരണം എന്താണ്? ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ശിലകളും രൂപപ്പെട്ടിട്ടുള്ളത്. അത് കാരണം ആഗ്നേയ ശിലേനെ മാതൃശില എന്നറിയപ്പെടുന്നു. ഫോസിലില്ലാത്ത ശില, അഗ്നിപർവ്വതജന്യ ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലേനെയാണ്. ഇനി ആഗ്നേയ ശില ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാഗ്മ എന്ന് പറയുന്നത് തണുത്ത് എറിഞ്ഞുണ്ടാകുന്ന ശിലേനെയാണെന്ന് പറയുന്നത് ആഗ്നേയ ശില എന്ന് പറയുന്നത്. മാഗ്മ തണുത്ത് എറിഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയ ശില. ഈ ആഗ്നേയ ശിലേനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ബാഹ്യജാത ശിലകളെന്നും അന്തർജാത ശിലകളെന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. ഇത് ബാഹ്യജാത ശിലകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ ലാവ തണുത്തുറന്നുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ തണുത്തുറന്നുണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യജാത ശിലകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബാഹ്യല്ലേ, പുറത്ത് തണുത്തുറന്നുണ്ടാകുന്ന ശിലകൾ എന്ന് പറയും ബാഹ്യജാത ശിലകൾ എന്ന് പറയും. അപ്പോൾ ബസാൾട്ട് എന്ന് പറയുന്നത് ബാഹ്യജാത ശിലയും കൂടിയാണ് കേട്ടോ. ആഗ്നേയ ശിലയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബസാൾട്ടാണ്. അപ്പോൾ ബസാൾട്ട് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ്. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ്.
ആഗ്നേയശില. ക്ലിയർ ആയല്ലോ? എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ പുറത്താണ് തണുത്തുറഞ്ഞുണ്ടാകുന്നത്. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പുറത്തുള്ള ശിലയാണെന്ന് പറയുന്നത് ബാഹ്യജാത ശില എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്? ബസാൾട്ട് കേട്ടോ. ബസാൾട്ട് എന്ന് പറയുന്നത് ഒരു ആഗ്നേയശിലയാണ്. ഇനി ബസാൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ്? പരുത്തി മണ്ണ്, കറുത്ത മണ്ണല്ലേ. അതായത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ എന്നൊക്കെ അറിയപ്പെടും അല്ലേ. അപ്പം റിഗർ ചോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ റിഗർ എന്ന് പറയുന്നതാണ് ഈ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പരുത്തി മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണൊക്കെ രൂപപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലമാണ് രൂപപ്പെട്ടത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത് ഉണ്ടെന്നല്ലേ. അന്തർവേദ ശിലകൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഉള്ളിലായിരിക്കും അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണെന്ന് പറയുന്നത് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ആഗ്നേയശിലേനെ ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും തരംതിരിക്കാനായിട്ട് പറ്റുന്ന പറഞ്ഞു. ഈ ബാഹ്യജാത ശിലയ്ക്ക് എക്സാമ്പിളാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബാഹ്യനല്ലേ, പുറത്ത് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ്. അന്തർവേദ ശിലകൾ എന്ന് വെച്ചാൽ എന്താണ്? താഴെ, അതായത് ലാവ ഉണ്ടായി നമ്മൾ പറഞ്ഞില്ലേ. ബാഹ്യജാത ശില എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പറഞ്ഞു. ഈ പുറത്തിന് താഴെയായിട്ടാണ്, കുറച്ച് താഴെയായിട്ട് ഉപരിതലത്തിന് അടിയിലായിട്ട് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലേനെയാണ് അന്തർവേദ ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആഗ്നേയശിലകളെ കുറിച്ച് പറയാനുള്ളത്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ബസാൾട്ടാണ് ആഗ്നേയശിലകൾക്ക് ഉദാഹരണം. അല്ലെങ്കിൽ ബാഹ്യജാത ശില എന്ന് പറയുന്നത് എന്താണ്? ബസാൾട്ടാണ് അല്ലേ. അപ്പോൾ ആഗ്നേയശിലയുടെ ഒരു ഭാഗമാണല്ലേ വരുന്നത് ബാഹ്യജാത ശില എന്ന് പറയുന്നത്. ഈ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ബസാൾട്ടാന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അവസാദശില എന്ന് വെച്ചാൽ എന്താണെന്നാണ്. അവസാദശില എന്ന് വെച്ചാൽ നമുക്കറിയാം അവസാദശിലകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയോ? അതായത് കാറ്റ്, വെള്ളം, അതുപോലെ തന്നെ ഹിമാനികൾ, തിരമാലകൾ, അതായത് പ്രകൃതി ശക്തികളാണ് ഇവയൊക്കെ. കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, തിരമാലകൾ ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലേനെയാണെന്ന് പറയുന്നത് അവസാദശില എന്ന് പറയുന്നത്. അവസാദങ്ങൾ അടിഞ്ഞുകൂടുക, അതായത് പ്രകൃതി ശക്തികളാണ് ഈ കാറ്റ്, വെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നൊക്കെ പറയുന്നത്. അതുമൂലം പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടുണ്ടാകുന്ന ശിലേനെയാണ് അവസാദശില എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് അവസാദശിലകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? കളിമണ്ണ്. അവസാദശിലകൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് അല്ലേ. അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കളിമണ്ണ്. ഓക്കെ, കളിമണ്ണ്. പിന്നെന്താണ്? മണൽ, ഓക്കെ, മണൽ. പിന്നെ ഷെയിൽ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. എന്നിവയ്ക്ക് അവസാദശിലകൾക്ക് ഉദാഹരണമാണ്. ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ അവസാദശില എന്ന് പറഞ്ഞാൽ എന്തോ അവസാദങ്ങൾ രൂപപ്പെടാറില്ല, അതായത് പ്രകൃതി ശക്തികളായ കാറ്റും തിരമാലയൊക്കെ വഴി അവസാദങ്ങൾ രൂപപ്പെടാണ്. അപ്പോൾ ഈ കളിമണ്ണും മണലും ഷെയിലൊക്കെ എന്താണ്? ഇങ്ങനെ രൂപപ്പെടുന്ന അവസാദങ്ങളാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിക്കാം. ജൈവവസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്ന ശിലകൾ ഏതാണ്? കൽക്കരി എന്ന് പറയുന്നത് എന്താണ്? ജൈവവസ്തുക്കളിൽ നിന്നാണ് കേട്ടോ. ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന ശില ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൽക്കരിയാണ്. ഓക്കെ. ഇനി പെട്രോളിയം കാണപ്പെടുന്ന ശില എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവസാദശിലയാണ് കേട്ടോ. പെട്രോളിയം കാണപ്പെടുന്ന ശില എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അവസാദശിലയാണ്. പെട്രോളിയം കാണപ്പെടുന്ന ശില എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവസാദശിലയാണ്. ഇനി പാലിയൻറ്റോളജി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്, ഫോസിലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലേ. നമുക്ക് പറഞ്ഞു ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണെന്ന് പറയുന്നത് ആഗ്നേയശില എന്ന് പറയുന്നത്. അപ്പോൾ കളിമണ്ണ്, മണൽക്കല്ല്, ഷെയിൽ എന്നിവയൊക്കെയാണ് അവസാദശിലകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു. ഇനി കായാന്തരിത ശിലയും കൂടി പഠിക്കാനുണ്ട് അല്ലേ. കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കായാന്തരിത ശിലയാണ്. കായാന്തരിത ശില എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? മാർബിള്, അതുപോലെ തന്നെ സ്ലേറ്റ്, പിന്നെ രത്നം, വജ്രം, രത്നം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. മരതകം, സൈറ്റ്, നെയ്സ് എന്നിവയൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കായാന്തരിത ശിലകളെ കുറിച്ച് പറയാനുള്ളത്.
ആഗ്നേയശിലകൾക്ക് ഉദാഹരണം പറഞ്ഞു ബസാൾട്ടാണ്. കായാന്തരിത ശിലകൾക്ക് എന്തൊക്കെ പറഞ്ഞു? മാർബിള്, സ്ലേറ്റ്, വജ്രം, രക്തം എന്നിവയൊക്കെ എന്തിൽ വരുന്നു? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം പറഞ്ഞു. അവസാദ ശിലകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? അവസാദങ്ങൾ രൂപപ്പെട്ടിട്ടില്ലേ? കളിമണ്ണ്, മണൽക്കല്ല്, ഷെയിൽ എന്നിവയൊക്കെ അവസാദങ്ങൾ രൂപം കൊണ്ടുണ്ടാകുന്ന ശിലകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ച പ്രധാന സാഹിത്യ കൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചൂടി നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇതും SCERT ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും SCERT ഭാഗമാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനും SCERT ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഗോര എന്ന് പറയുന്നത് ആരുടെയാണ്? ഗോര എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ. ഗോര, ഗീതാഞ്ജലി എന്നിവയൊക്കെ എന്താണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ്. ഗോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ്. ഇനി പാഞ്ചാലി ശബ്ദം. പാഞ്ചാലി ശബ്ദം ആരുടേതാണ്? പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ അല്ലേ പാഞ്ചാലി ശബ്ദം. കളിപ്പാട്ട്, കുയിൽപ്പാട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ എന്താണ് കൃതികളാണ്. ഇനി ഗോദാൻ. ഗോദാൻ ആരുടെയാണ് പറഞ്ഞത്? ഗോദാൻ ആരുടെയാണ്? പ്രേംചന്ദിൻ്റെയാണ് അല്ലേ? ഗോദാൻ പ്രേംചന്ദിൻ്റെയാണ്. നിബന്ധമാലയോ? നിബന്ധമാല എന്ന് പറയുന്നത് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറുടെ കൃതിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു SCERT ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കാം. ഗോര ഗീതാഞ്ജലി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഗോര ഗീതാഞ്ജലി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം അത് രചിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സേവാസദൻ ആണ് ഇപ്പം നമ്മൾ ചോദിച്ചത്. സേവാസദനാണ് ചോദിച്ചത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, സേവാസദൻ എന്നിവയൊക്കെ പ്രേംചന്ദിനെയാണ്. ഹിന്ദി ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ അത് പ്രേംചന്ദാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദി ഭാഷയിലാണ്. നെക്സ്റ്റ് പാഞ്ചാലി ശബ്ദം. പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ എഴുതിയതാണ് കേട്ടോ. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി എവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത്? തമിഴിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെയാണ്. അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ഉറുദു ഭാഷയിലാണ്. നെക്സ്റ്റ് നിബന്ധമാല. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിനെയാണ്. മറാത്തി ഭാഷയിൽ എഴുതിയതാണ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വെള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ എഴുതിയതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാണ്? ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ്. ഭാഷ ബംഗാളി ഭാഷയാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദിൻ്റെ ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളതാണ്. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി തമിഴുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദുവിൽ എഴുതി. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ മറാത്തിയിൽ എഴുതി. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ വെള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയിട്ടുള്ളത് ആരാണ്? മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. വെള്ളത്തോൾ നാരായണ മേനോനാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഏതാണ്? C ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വില്ലേജുമായിട്ടുള്ള പഞ്ചായത്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് അല്ലേ? ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സംവിധാനം, അതായത് ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ വ്യാപക മിന്നൽ പരിശോധനയായിരുന്നു ഈ ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് കിട്ടും നമുക്ക്. ആ ഒരു ആപ്പിലാണ് നമ്മൾ വില്ലേജിലെയും പഞ്ചായത്തിലൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. വില്ലേജിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന കുറേ പരാതികൾ വന്നതിന് ശേഷം വിജിലൻസ് ഇവിടെ നടത്തിയിട്ടുള്ള പരിശോധനയാണ്, വില്ലേജ് ഓഫീസിൽ നടത്തിയിട്ടുള്ള പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ട് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ PPP
പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളായിരുന്നു അല്ലേ, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ട്, അതായത് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സംരംഭങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും എങ്ങോട്ട് മാറി? സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ടും PPP ഒക്കെ സംരംഭങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ആൻസർ നൽകിയിട്ടുള്ളത് ശരിയാണ് കേട്ടോ. ഡി എല്ലാം അനുയോജ്യമായവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഏതിലാണ്? അപ്പം നമുക്കറിയാം ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന ഒരു SCERT ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ് ഖാരിഫ് എന്ന് പറയുന്നത്? ഏത് വിളയാണ് ഖാരിഫ് എന്ന് പറയുന്നത്? ഖാരിഫ് എന്ന് പറയുന്നത് നെല്ല്, ചോളം, അതുപോലെ നെല്ല് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അല്ലേ ഇതിൻ്റെ വിളവെടുപ്പ് വരുന്നത്. അപ്പോൾ ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ നെല്ല്, ചോളം, തിന എന്നിവ വരുന്നതൊക്കെ ഇതിലാണ് ഖാരിഫ് വിളയിലാണ് വരുന്നത്. എന്നാൽ ഗോതമ്പൊക്കെ വരുന്നത് റാബി വിളയിലാണ് ഗോതമ്പ് വരുന്നത്. ഗോതമ്പ്, ബാർലി എന്നിവയൊക്കെ വരുന്നത് ഇതിലാണ് റാബി വിളയിലാണ്. കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ റാബിലാണ് വരുന്നത്. അപ്പോൾ ഗോതമ്പ് അതുപോലെ തന്നെ ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ വരുന്നത് റാബി വിളയിലാണ് കേട്ടോ. ഓക്കെ, ഖാരിഫ് വിളയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഖാരിഫ് വിളയിൽ നെല്ല്, ചോളം, പരുത്തി, തിന, നിലക്കടല എന്നിവയൊക്കെ വരുന്നത് ഖാരിഫിലാണ്. നെല്ല്, ചോളം, പരുത്തി, തിന, നിലക്കടല എന്നിവയൊക്കെ വരുന്നത് ഖാരിഫിലാണ്. പിന്നെ അതുപോലെ തന്നെ സെയ്ദ് വിള എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളൊക്കെ വരുന്നത് ഈ സെയ്ദ് വിളയിലാണ്. കൂടുതലും ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട വേനൽക്കാലത്തുള്ള വിളകളാണ് ഈ സെയ്ദ് വിളകളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ വരുന്നത് ഇതിലാണ് സെയ്ദ് വിളയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, തിന വിള എന്ന് വെച്ചാൽ ഏതാണ്? തിന എന്ന് പറയുന്നത് ഇതാണ്. തിന എന്ന് വെച്ചാൽ എന്താണ്? ഈ ചെറിയ ചെറിയ പയർവർഗ്ഗങ്ങളെയാണ് തിന എന്ന് പറയുന്നത്. അപ്പം തിന വിള എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റാബിയും ഖാരിഫും സെയ്ദ് മാത്രമാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. മെർക്കന്റിലിസ്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു, ഇംഗ്ലണ്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നിയമം എന്ന് പറയുന്നത് വാണിജ്യ നയമാണ് കോളനികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നയത്തിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കാം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് പറയുന്നത് ഇതിലാണ് ഈ മെർക്കന്റിലിസത്തിൽ വരുന്നുണ്ടോ. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് വരുന്നു. അതുപോലെ തന്നെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിനെ മുദ്ര പതിക്കണം എന്ന് പറയുന്നതും ഈ വാണിജ്യ നയത്തിൽ മെർക്കന്റിലിസ്റ്റിൽ വരുന്നവയാണ്. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും എന്ന് പറയുന്നില്ല. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുവാനുള്ള അനുമതി കോളനികൾക്ക് നൽകിയെന്ന് പറയുന്നുണ്ട്. അത് നൽകിയിട്ടില്ല. അപ്പോൾ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണമെന്നാണ് മെർക്കന്റിലിസം എന്ന് പറയുന്ന നിയമത്തിൽ, വാണിജ്യ നയത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കെ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രഹ്ലാദയാണ് കേട്ടോ. കെ സുബ്രഹ്മണ്യൻ്റെ സിനിമയാണ് പ്രഹ്ലാദ എന്ന് പറയുന്നത്. ഇനി ടി ആർ സുന്ദരത്തിൻ്റെ ഏതാണിതിൽ? ടി ആർ സുന്ദരം
കണ്ടം വെച്ച കോട്ടാണ് കേട്ടോ. TR സുന്ദരത്തിൻ്റെ കണ്ടം വെച്ച കോട്ടാണ്. MT വാസുദേവൻ നായരുടെ ഏതാണ്? MT വാസുദേവൻ നായരുടെ അറിയാമല്ലേ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. MT വാസുദേവൻ നായരുടെ ഏതാണ്? നിർമാല്യമാണ്. രാമു കുര്യാട്ടിനെയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. രാമു കുര്യാട്ടിനെയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ K സുബ്രഹ്മണ്യം പ്രഹ്ലാദ, TR സുന്ദരം കണ്ടം വെച്ച കോട്ട, MT വാസുദേവൻ നായർ നിർമാല്യം, രാമു കുര്യാട്ട് ചെമ്മീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശരിയേതാണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയുള്ള മഴയാണ് ഈ കാൽബൈശാഖി എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടി ശക്തമായ മഴയാണ് കാൽബൈശാഖി. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. അപ്പോൾ കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കണമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. എന്താണ് പറയുന്നത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ടെന്ന് ആർട്ടിക്കിൾ 227 പ്രസ്താവിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ട്. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അതും ശരിയാണ് കേട്ടോ. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇനി 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ഡൽഹി ദേശീയ തലസ്ഥാനമായി മാറിയത് ഏത് ഭേദഗതിയാണ്? 1991 69-ാം ഭേദഗതിയാണ്. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് എല്ലാം ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നുണ്ട്. ഹൈക്കോടതികളുടെ അധികാരത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ സമ്മതം വേണം അല്ലേ. 1991 69-ാം ഭേദഗതിക്ക് ശേഷമാണ് ഡൽഹി ദേശീയ തലസ്ഥാനമായിട്ട് മാറിയത്. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏതാണ്? പണബില്ല് എന്ന് വെച്ചാൽ എന്താണ്? മണി ബില്ലാണല്ലേ. മണി ബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കേണ്ടത്. അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുത്താൽ നമുക്കത് മറുപടി കിട്ടണമെന്നില്ല. കാരണം മണി ബില്ല് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോകസഭയിലാണ് പാസ്സാക്കുന്നത്. വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് അയക്കുന്നതാണല്ലേ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. അവർക്ക് ഒരു മറുപടി നൽകണമെന്നുണ്ടെങ്കിൽ നൽകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാണ്ടിരിക്കുന്നതും ഒക്കെ ആരുടെ ഉത്തരവാദിത്യമാണ്? ലോകസഭയാണ്. അവർക്കത് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കണില്ല, അത് ശരിയാണ്. ആർട്ടിക്കിൾ 111 മണി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണെന്ന് പറയുന്നത്. ഒരു പണബില്ല് എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് എന്ന് പറയുന്നത് പണബില്ലാണോ മണി ബില്ലാണോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ശരി, ബിയും സിയും ഡിയും ആണല്ലേ ശരിയാണ്. ചേർന്ന് 111 പ്രകാരം മണി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കുന്നുണ്ട്. ലോക്സഭാ സ്പീക്കറാണ് അത് മണി ബില്ലാണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അല്ലേ, വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലല്ലാത്ത മറ്റു അംഗങ്ങളും ഉണ്ടായിരിക്കും. ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതൽ അല്ലാത്ത മറ്റു അംഗങ്ങളും ഉണ്ടായിരിക്കും, അത് ശരിയാണ്.
കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഓരോ അംഗവും 5 വർഷത്തേക്കാണ് ഉദ്യോഗം വഹിക്കുന്നത്. ശരിയാണ്. കമ്മീഷന് ഒരു യോഗത്തിൻ്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലാത്ത മറ്റ് അംഗങ്ങളും ഉണ്ടായിരിക്കും. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ആരാണ്? വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോൾ പി രാജീവാണ് കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. ശരിയാണല്ലേ? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ശരിയാണ്. സുഷുമ്ന നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സുഷുമ്നയെയും തലച്ചോറിനെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും എന്തുണ്ട്? CSF എന്ന് പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകം കാണപ്പെടുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു സ്ഥലപാളിയാണ് മെനിഞ്ചസ്. CSF എന്ന് പറയുന്ന ദ്രാവകം മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ ആണല്ലേ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണോ? ഏതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന ജനിതക അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അപ്പോൾ ഇതിൽ ജീവകങ്ങളുടെയും ധാതുക്കളുടെയും അപര്യാപ്തതയുടെ അല്ലാതെയാണല്ലേ ഈ രോഗം എന്ന് പറയുന്നത്. നിശാന്തത എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ തന്നെ ഗോയിറ്റർ ഉണ്ടാകുന്നത് അയഡിൻ്റെ കുറവ് മൂലമാണല്ലേ ഗോയിറ്റർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സീറോഫ്താലിമിയ എന്ന് പറയുന്നതും വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തന്നെയാണ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നതാണ് ഇതിലല്ലാത്തത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന് എത്ര മടങ്ങായിരിക്കും? ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസാണ് പറയുന്നത്. അത് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെന്നുണ്ടെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും? 8 മടങ്ങായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗോളി ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? അപ്പോൾ ഇതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. F=R/2. നമുക്ക് കാണേണ്ടത് ഏതാണ്? F എന്ന് പറയുന്നത് R ആണല്ലേ. വക്രതാരാണ് കാണുന്നത്. R=2F. അതായത് 2 × 10 എന്ന് വെച്ചാൽ എത്രയാണ്? 20 ആണ് വരുന്നത്. അപ്പോൾ 20 ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കാം. F=R/2 എന്ന് പഠിക്കാം, അല്ലെങ്കിൽ R=2F എന്ന് പഠിക്കാം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണല്ലേ. റുദർഫോർഡ് ആണ് ആവിഷ്കരിച്ചത്. JJ തോംസൺ ആണ് കണ്ടെത്തിയത്. ഇലക്ട്രോൺ ആണ് കണ്ടെത്തിയത്. ജെയിംസ് ചാഡ്വിക്കോ ന്യൂട്രോൺ ആണല്ലേ കണ്ടെത്തിയത്. റുദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്? 17ാമത്തെ ഗ്രൂപ്പിനെയാണ് ഹാലജൻ കുടുംബം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഡോസ്, യുനിക്സ്, ഉബുണ്ടു എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ജിം എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രാഫിക് ഡിസൈൻ എഡിറ്റർ ആണ് അല്ലേ, ജിം എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസ്, യുനിക്സും ഉബുണ്ടു ഒക്കെ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെക്സ്റ്റ്, ഫിഷിംഗ് എന്നാൽ എന്താണ്? ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുവാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് GKയുടെ ഒരു പോർഷനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.